ஜெபத்தை கேட்டீரையா, ஜெயத்தை தந்தீரையா, ஜெபத்தை கேட்டீரையா, ஜெயத்தை தந்தீரையா, பாவம் அணுகாமலே பாதுகாத்து வந்தீரையா, பாவம் அணுகாமலே பாதுகாத்து வந்தீரையா. கோடி கோடி நன்றி ராஜா, கோடி கோடி நன்றி ராஜா, கோடி கோடி நன்றி ராஜா. நன்றி பலி நன்றி பலி நல்லவரே உமக்கு தான் அதிகாலை ஆனந்தமே, என் அப்பாவும் திருபாதமே, அதிகாலை ஆனந்தமே, என் அப்பாவும் திருபாதமே. பைபிள் பாடுறது மடுத்து போகிறது சில காரியங்கள் நமக்கு தியானிക്കാം. 3 அதிகாரம் அதுல 13 வாக்கியம். நீங்களோட நன்மை செய்கிறது தளர்ந்து போகிறது, அதுக்கு அர்த்தம் மடுத்து போகிறது. இப்போ 6:9 நன்மை செய்கிறா மடுத்து போகிறது, தளர்ந்து போவாங்கன்னா தக்க சமயத்துனா கொய்யும். அப்போ நாம் தளர்ந்து போகாதிருக்கணும். எதிலான நன்மை செய்கிறது வசனம் அது. நாம் நன்மை செய்கிறா மடுத்து போகிறது, தளர்ந்து போவீங்க தக்க சமயத்து நாம் கொய்யும். நம்ம நன்மை செய்யணும். வசனம் அது சொல்லும் வரை நீங்களோட நன்மை செய்யுது மடுத்து போகிறது செய்யுது, நாம் செய்து மடுத்து போகிறது. அப்ப நன்மை செய்கிறது எந்த வரும்? மடுப்பு வரும். நன்மை செய்கிறதுல இருந்து வரும் தளர்ச்ச வரும். പക്ഷെ വചനം അത് നാം നന്മ ചെയ്യുകയിൽ മടുത്തു പോകരുത്, തളർന്നു പോകഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. തക്ക സമയത്ത്, മുന്നമേ അല്ല പുറകെ അല്ല, തക്ക സമയത്ത് കൊയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന നന്മകൾ யார் കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന നന്മയ്ക്ക് പ്രതിഫലം മനുഷ്യൻ എനിക്ക് ചെയ്യുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ പരാജയപ്പെടും. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന നന്മകൾ ദൈവം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലം അവിടെ നിങ്ങൾക്ക് ലഭിക്കും. ചിലപ്പോൾ നിങ്ങൾ കടന്നുപോയ ജോലി സ്ഥലത്തിൽ നിങ്ങൾക്ക് ശമ്പളം കുറവായിരിക്കും. നിങ്ങൾ കുരുകുരുപ്പോടെ ചിലപ്പോൾ ജോലി ചെയ്യുമെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് നന്മ ലഭിക്കത്തില്ല. എന്തുകൊണ്ട്? നിങ്ങൾ കുരുകുരുത്ത് ജോലി ചെയ്ത് ആർക്കിഷ്ടമല്ല, ദൈവത്തിന് ഇഷ്ടം. പക്ഷെ അതേസമയം നിങ്ങൾക്ക് ശമ്പളം കുറവ്, ഇത് കുരുകുരുപ്പില്ലാതെ നിങ്ങളുടെ കഷ്ടപ്പാട് ദൈവത്തിന്റെ അടുക്കൽ പറയുമെങ്കിൽ ഞാൻ പറയട്ടെ, അവിടെ നിന്ന് നിങ്ങൾക്ക് സമൃദ്ധിയായി ദൈവം നൽകും. നമുക്ക് പ്രതിഫലം കൊടുക്കുന്നത് മനുഷ്യനല്ല. നിങ്ങൾക്ക് മനുഷ്യൻ ഒരു പ്രതിഫലം കൊടുക്കാൻ കഴിയത്തില്ല. അങ്ങനെ കഴിഞ്ഞാലും വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ. എല്ലാത്തിനും സമയമുണ്ട് ദൈവത്തിന്റെ. നമുക്കൊരു വാക്ക് കൂടെ വായിക്കാം. 10 കൂടെ വായിച്ചു. നന്മ ചെയ്തു സഹവിശ്വാസം. അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും ചെയ്യണം. പക്ഷെ അതേസമയം വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഓക്കെ, അതെ. യാക്കോബ് 4:17 വായിക്കുമ്പോൾ അവിടെ വചനം പറയുന്നതാണ്, ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. മനുഷ്യൻ ചോദിക്കുമ്പോൾ ഒരു പക്വത കൊടുക്കും ഇല്ല. നമ്മുടെ ഈ പക്വമുണ്ട്. തിരിച്ചായാലും മനുഷ്യൻ ചോദിച്ചാൽ നമ്മൾ പക്വത കൊടുക്കും. പിന്നെ നമുക്കറിയാം നമ്മുടെ കയ്യിൽ എന്തില്ല, നോട്ട് മാത്രമേ ഉള്ളൂ, ചില്ലറ. എങ്കിലും നമ്മൾ എന്ത് കൈയൊക്കെ വിട്ട് നോക്കിയിട്ട് ചില്ലറ ഇല്ലെന്ന് പറഞ്ഞു വിടും, അല്ലേ? നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പിച്ചയായിട്ടുള്ള മനുഷ്യൻ എന്തായാലും ഇവ ഉണ്ടെങ്കിൽ കൊടുക്കുക. വിശന്നിട്ടോ അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല.
എന്നാൽ വചനം ചിലപ്പോൾ ദൈവദൂതന്മാരെയും നിങ്ങൾ ശുശ്രൂഷ ചെയ്തിട്ട് നിന്ന് ദൈവത്തിന്റെ വചനം ഇത് പറയുന്നു. അതുകൊണ്ട് വലിയ മനുഷ്യൻ ഏതോ ആയിരിക്കട്ടെ, പിച്ച യാചിക്കുമെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊടുക്കുക, 10 കൊടുക്കുക. ഓക്കെ, എത്രയും വന്ന്. പക്ഷെ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ വചനം പറഞ്ഞത് 22 പദം വായിച്ചോ. വെളിപ്പാട് പുസ്തകം 22 പദം. ഇത് ചെയ്യുന്നവർ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവർ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. പറഞ്ഞോക്ക്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. സോ വിശുദ്ധിൽ ജീവിക്കുന്ന നിങ്ങൾ നാം ഇനി എന്ത് ചെയ്യണം? വിശുദ്ധിയോട് ജീവിക്കാൻ നാം മുൻപോട്ട് പോകണം. നീതിമാനായി നാളും നിങ്ങൾ എന്ത് ചെയ്യണം? ഒവ്വൊരു നാളും നീതി പ്രവർത്തിക്കണം, നന്മ ചെയ്യണം. നന്മ എന്ന് പറയുമ്പോൾ മറ്റൊരു സഹായിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ യാതൊരു തെറ്റും വരാതെ വണ്ണം നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കണം. നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് ഹോട്ടൽ കഴിഞ്ഞോ ചിലപ്പോൾ 10 അധികം ചോദിക്കുമായിരുന്നു. നിങ്ങൾ കണക്ക് ചോദിച്ച് നിങ്ങൾ കൊടുക്കുക. ഹോട്ടൽ വെള്ളം മേടിച്ചാൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും കൊടുക്കാനായിട്ട്. പക്ഷെ ആ പൈസ തിരിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. അപ്പോ സകലത്തിലും നാം എന്ത് ചെയ്യണം? നീതി ചെയ്യണം. നമുക്ക് പക്ഷെ മനുഷ്യൻ പറ്റിക്കാം, എന്നാൽ ഒരിക്കലും ദൈവത്തെ പറ്റിക്കാൻ കഴിയത്തില്ല. ചിലപ്പോൾ മറ്റൊരു മൂല്യം പറ്റിച്ചാലും അതൊക്കെ ശിക്ഷ ദൈവം അവർക്ക് കൊടുക്കും. അപ്പൊ ഇത്രയും പറഞ്ഞത്, നാം മടുത്തു പോകരുത്. നന്മ ചെയ്യരുത്, നാം മടുത്ത് പോകരുത്. അപ്പോ നിങ്ങൾ പോയി ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാലും നിങ്ങൾ കൃത്യമായിട്ട് പൈസ കൊടുക്കണം. നമ്മളാരും മറ്റൊരു പറ്റിക്കരുത്, അതും തെറ്റാണ്. അപ്പോ വചനം ഇതാ നാം വേഗം പറഞ്ഞു, ഓരോരുത്തരുടെ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും നന്മ ചെയ്താൽ നിങ്ങൾക്ക് നന്മ കിട്ടും, ഇത് തിന്മ ചെയ്താൽ അതുപോലെ പ്രതിഫലം ദൈവത്തിന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് അടുത്ത വാക്യം നമുക്ക് നോക്കാം. ലൂക്കോസ് 18:1 നമുക്ക് നോക്കാം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ആ ഉപമ എന്തായിരുന്നു? ഒരു അനീതിയുള്ള ന്യായാധിപൻ അവിടെ അടുക്കള ചെയ്ത ഒരു സ്ത്രീ വന്ന് തന്റെ പ്രതിക്രിയ നടത്തണമെന്ന് ചോദിച്ചു. പക്ഷേ അവൻ ദൈവഭയവും മനുഷ്യ ഭയവും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ஆனால் ഈ സ്ത്രീ എന്ത് ചെയ്തു? അവളെ പോയി കണ്ട് എന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരണമെന്ന് അപേക്ഷ ഒവ്വൊരു നാളും ചെയ്തു. ഈ അനീതിയുള്ള ന്യായാധിപൻ എന്ത് ചെയ്തു? ഒരു ദിവസം ആലോചിച്ച്, എന്താണ് ഈ സ്ത്രീ എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യും. ഞാൻ മനുഷ്യനും ദൈവത്തെ ഭയപ്പെടാതെ എന്നെ ഇവിടെ ഇത്രത്തോളം ശല്യപ്പെടുത്തുമെങ്കിൽ ഞാൻ അവളെ കാര്യം എന്തെന്ന് ആലോചിച്ച് അതിന് തീരുമാനം എടുക്കുമെന്ന് അവൻ പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ ചെയ്ത് ഒരു പ്രശ്നത്തിற்கு പരിഹാരം വരുത്തുമെങ്കിൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാ തന്റെ അടുത്ത് യാചിക്കുന്നവർക്ക് എത്ര അധികം അവൻ ഉത്തരം നൽകും. ഇതെല്ലാം പ്രാർത്ഥിക്കുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിലും ഉത്തരം കിട്ടിയിട്ടുണ്ടോ? എല്ലാ പ്രാർത്ഥനയും ഉത്തരം ലഭിച്ചിരുന്നു. അതുകൊണ്ട് നമ്മളൊരു പ്രാർത്ഥന നിർത്തിയിട്ടുണ്ടോ? നമ്മൾ പ്രാർത്ഥിച്ചു, നമുക്ക് ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥന നിർത്തിയിട്ടില്ല. എന്തുകൊണ്ട്? നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിച്ചിട്ടില്ല. എങ്കിലും ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥന നമ്മൾ കൈവിട്ടോ? ഇല്ല. എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കൈവിട്ടില്ല? ഏതായാലും നമുക്ക് ഇപ്പോഴും വിശ്വാസം എന്താണ്? ദൈവം തന്റെ ഉത്തരം തക്ക സമയത്ത് തരും എന്ന് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ തുടർന്ന് ചെയ്തത്.
പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുന്നത്. അപ്പോ പ്രാർത്ഥനയും മടുപ്പ് വരും. എപ്പോ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ വിഷയം എനിക്ക് നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് അത് നടന്നില്ലെങ്കിൽ നമുക്ക് എന്തോറും പ്രാർത്ഥിക്കാൻ ഒരു മടുപ്പ് വരും. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്, പ്രാർത്ഥിക്കണം. വായിക്കുമ്പോൾ ദാനിയേൽ എന്ത് ചെയ്ത്? കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സ്ഥിരം എന്ത് ചെയ്ത്? കിളിവാതിൽ തുറന്ന് യെരൂശലേമിൽ നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി അവർക്ക് ഉണ്ടായിരുന്നു. ദൈവമക്കളാണ്. നമുക്ക് 3 നേരം പ്രാർത്ഥിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ 1 നേരമെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഇവിടെ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. വേറെ ഭാഗത്തും ഇടവിടാതെ പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥനയിൽ നമുക്ക് എന്തുണ്ട്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്തരം ദൈവം തീർച്ചയായിട്ടും തരും, നമ്മളെ ആശ്വാസപ്പെടുത്തും. നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടി നമ്മൾ ഭാഗത്തോട് നാം ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നുണ്ടോ ആ ഭാഗങ്ങളെ കർത്താവ് എന്ത് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ മാറ്റി ദൈവിക സമാധാനവും സന്തോഷവും ദൈവം കൊണ്ട് നിറയ്ക്കുന്നു. നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 1 മുതൽ 4 വാക്യങ്ങൾ വായിക്കാം. ഇവിടെ വായിച്ചത്, കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നേലിയസ് എന്ന് പേരുള്ള ഒരു സഭാധിപൻ ഉണ്ടായിരുന്നു. അവനെ കുറിച്ച് കൊർന്നേലിയസ് മനുഷ്യനുണ്ട്. അവൻ ഭക്തരും തന്റെ സകല ഗ്രഹത്തോടു കൂടെ ദൈവത്തെ ഭയപ്പെടുന്നതുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ച് പോകും. അപ്പോൾ കൊർന്നേലിയസിനെ കുറിച്ച് വായിക്കുമ്പോൾ വചനം, അവൻ ഭക്തനും തന്റെ കുടുംബത്തോട് അല്ലെങ്കിൽ തന്റെ ഗ്രഹത്തോട് എല്ലാ മനുഷ്യരോടും അവൻ എന്ത് ചെയ്ത് എല്ലായ്പ്പോഴും ധർമ്മം കൊടുത്തു ദൈവത്തോട് പ്രാർത്ഥിച്ചു ആയിരുന്ന വ്യക്തിയാണ്. അവൻ എന്ത് ചെയ്ത് ഏകദേശം 9-ാം മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വന്നത് സ്പഷ്ടമായി കണ്ട് കൊർന്നേലിയസേ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. ദൂതൻ കൊണ്ട് പറഞ്ഞതാണ്, എന്താണ്? കൊർന്നേലിയസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ ധർമ്മവും എവിടെ എത്തിയിരിക്കുന്നു? ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ദൈവത്തെ അറിയാത്തൊരു മനുഷ്യൻ എന്തുകൊണ്ട് ദൈവം തന്റെ ദൂതൻ അയച്ച്, നീ വർഷങ്ങളായി ധർമ്മം ചെയ്തു, ഈ വർഷങ്ങളായി നീ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയും എവിടെ എത്തിയിരിക്കുന്നത്? ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് നീ ഇത് ചെയ്യണം. നീ സീമോൻ എന്ന് വിളിക്കപ്പെട്ട മനുഷ്യനെ വിളിക്കണം. അവൻ വന്ന് നിനക്ക് സത്യം പറഞ്ഞു കൊടുക്കുമെന്ന് പറയുവാൻ ഇടയാണ്. ഞാൻ ഇത്രയും പറഞ്ഞത്, ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് എല്ലായ്പ്പോഴും അവരുടെ ജീവിതത്തിൽ എന്തുണ്ടായിരുന്നു? പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ധർമ്മങ്ങൾ കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ വചനം പറഞ്ഞത്, ദൈവം ഒരു ദൂതനെ അയച്ച് ഇതൊക്കെ ഇവിടെ ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എവിടെ കേൾക്കും? വണ്ടിയിടയ്ക്ക് ചിലത് കർത്താവ് ചെയ്ത് തുറത്തിയിൽ വെച്ചിട്ടുണ്ട്. അതിനർത്ഥം ദൈവത്തിന്റെ മക്കളുടെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിച്ച് കേൾക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മടുത്തു പോകരുത്. പ്രാർത്ഥിക്കണമേ എന്ന് ആ ചിന്ത വന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ. എന്തുകൊണ്ട് ദൈവമക്കൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾക്കറിയാം, എന്റെ പ്രാർത്ഥന എന്റെ കർത്താവ് കേൾക്കുന്നുണ്ട്, എന്റെ പിതാ കേൾക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ദൈവസന്നിധി നിങ്ങൾ വിശ്വാസത്തോടെ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ വിഷയത്തിന് ദൈവം ഉത്തരം നൽകും. അതുകൊണ്ട് വചനം പറഞ്ഞത് എന്താണ്? രാജ്യത്തിൽ എന്നാൽ നിങ്ങൾ കിട്ടും, അന്വേഷിപ്പിൽ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൽ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ, അന്വേഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയൂ. മുട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? തുറക്കപ്പെടും.
അതുകൊണ്ട് നിങ്ങൾ ഓർത്തോളം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നുണ്ട്. ആ തക്ക സമയത്ത് അങ്ങ് ഉത്തരം നൽകി നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയില്ലെങ്കിൽ അതിന് സമയം ആയിട്ടില്ല മാത്രമേ ചിന്തിക്കുക. സമയം ആകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും.